അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിപാവനമായ ഈ ദിക്റിന്റെ മജ്ലിസ് പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ഉള്ളത് റമളാനിന്റെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളിൽപ്പെട്ട ഒരു രാവായ 19-ാം രാവിലാണ്. ഇന്ന് 19-ാം രാവ്, നാളെ 19-ാമത്തെ നോമ്പ്, 19-ാമത്തെ ദിനം. മാത്രമല്ല, വിശുദ്ധമായ റമളാനിൻ്റെ 2-ാമത്തെ 10 അവസാനിക്കാൻ വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇൻഷാ അല്ലാ ഈ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മഗ്ഫിറത്ത് നമ്മൾ ചോദിച്ചു വാങ്ങിയിട്ടേ അടങ്ങൂ എന്ന വാശിയിൽ നമുക്ക് ഇൻഷാ അല്ലാ മഗ്ഫിറത്തിനെ ഒരുപാട് കണ്ട് ചോദിക്കണം. അതുപോലെ തന്നെ ഈ റമളാൻ അനുകൂലമാവാൻ നമുക്ക് ഒരുപാട് ദിക്റുകൾ പറയേണ്ടതുണ്ട്. അതുപോലെ മുത്തുനബിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ പറയണം. അതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയണം. ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക. നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. اللهم اغفر لي ذنوبي يا رب العالمين. 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 ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ റമളാൻ മാസമാണല്ലോ. ഈ റമളാൻ മാസത്ത് നമുക്കൊരു ഈമാനികമായ ആവേശമുണ്ട്. ഇത് റമളാൻ അല്ലാത്ത സമയത്തും നമുക്കുണ്ടാവണം. അതായത് നമ്മുടെ കൽബ്, ഹൃദയം, അത് തെറ്റുകളിൽ നിന്നും മാറി നമുക്ക് നന്മയിൽ തന്നെയാവണം. അതിനുവേണ്ടി നമുക്ക് ഇൻഷാ അല്ലാ ഒരു ദിക്ർ കൂടി പറയാം. ഏതാണ് ആ ദിക്ർ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. 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 യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്.
യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് 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 യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ തെറ്റുകൾ, അബദ്ധങ്ങൾ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അറിഞ്ഞ് ചെയ്യട്ടെ അറിയാതെ ചെയ്യട്ടെ, രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ, ഒറ്റക്ക് ചെയ്യട്ടെ കൂട്ടായി ചെയ്യട്ടെ, എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബേ നീ എനിക്ക് പുറത്തു തരണം. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയും. ഏതാണ്? ഇസ്തിഗ്ഫാറിന്റെ വചനം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം يا ذا الجلال والإكرام أستغفر الله العظيم 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 يا ذا الجلال والإكرام. അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്തു പോയ അബദ്ധങ്ങളും പിഴവുകളും ഒക്കെ പൊറുക്കാൻ ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് പറയുകയാണ്. അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ പേര് അത് പറഞ്ഞിട്ട് നമ്മൾ ദുആ എന്നാൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. ഏതാണത്?
അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അവൻ ഗഫാറാൻ, ഗഫൂറാൻ. അപ്പോൾ ആ ഒരു പേര് തന്നെ, ഇസ്മു തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. യാ ഗഫാറു യാ ഗഫൂറു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 വിശുദ്ധമായ റമദാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ രാത്രിയിലും പകലിലുമൊക്കെ നമ്മൾ പറയേണ്ട, അധികരിപ്പിക്കേണ്ട നബിതങ്ങൾ ആയിഷ ബീവിയോട് ഏറ്റവും കൂടുതൽ പറയാൻ പറഞ്ഞ ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ
الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. പരിശുദ്ധമായ ബദർ ദിനം അല്ലെ, ആ ബദർ ദിനത്തിലും അത് കഴിഞ്ഞുള്ള ദിനത്തിലും നമുക്ക് ഏത് സമയത്തും ബദരീങ്ങൾ പറഞ്ഞ ആ ദിക്റുകൾ നമുക്ക് ഉരുവിടേണ്ടതുണ്ട്. എന്നാലാണ് അവർക്ക് കിട്ടിയ വിജയം നമുക്കും കിട്ടുകയുള്ളൂ. ആ ബദരീങ്ങൾ പറഞ്ഞ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഉസ്താദേ, ബദർ ദിനം കഴിഞ്ഞല്ലോ, ഇനി ഈ ബദരീങ്ങൾ പറഞ്ഞ ദിക്ർ പറയണോ? പറയണം. അവർ പറഞ്ഞ ദിക്ർ പിന്നെ എപ്പോൾ പറയാനാ? ബദർ ദിനത്തിൽ മാത്രം പറയാനുള്ളതല്ല. ബദർ ദിനം കഴിഞ്ഞാലും ഇനി ഏതൊക്കെ ദിനങ്ങൾ വന്നാലും ബദരീങ്ങൾ പറഞ്ഞ ദിക്ർ മറന്നു പോവണ്ട. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സദസ്സിൽ നമുക്ക് ബദരീങ്ങൾ പറഞ്ഞ ആ ദിക്ർ ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ ونعم النصير حسبنا الله ونعم الوكيل نعم المولى 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 ونعم النصير. ബദർ യുദ്ധത്തിൽ ജയിക്കാൻ ബദരീങ്ങൾ അവരിൽ പല ആളുകളും പല സ്വഹാബിമാരും അവർ നാവുകൊണ്ട് പറയുകയും മറ്റുള്ളവരോട് പറയാൻ പറഞ്ഞതുമായ ഒരു ദിക്റുണ്ട്. ഏതാണ് ദിക്ർ എന്നറിയോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് بسم الله توكلت على الله ولا حول ولا قوة إلا بالله بسم الله توكلت على الله
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി ചൊല്ലാൻ പോകുന്നത് മറ്റൊരു സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബാക്കൾക്കും ഒക്കെയായിട്ടുള്ള ഒരു സ്വലാത്താണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുന്യാവിലും നാളെ ആഖിറത്തിൽ. ദുന്യാവിലെ 30 ആവശ്യങ്ങൾ, ആഖിറത്തിന്റെ 70 ആവശ്യം, മൊത്തം 100 ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരുന്ന ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകും. എല്ലാവരും ഒന്നിച്ചു പറയും. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. اللهم صل على سيدنا محمد وعلى آله وأهل بيته وسلم. الحمد لله. നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ
ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കുറച്ച് ദിക്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഒരുപാട് ദിക്റുകൾ, അല്ലെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദിക്റുകൾ ഇനി പറയാൻ കിടക്കുന്നു. എത്രമാത്രം ദിക്റുകളും സ്വലാത്തുകളുമാണ്. അള്ളാഹു തആല അതൊക്കെ പറയാനും അതിൻ്റെയൊക്കെ പ്രതിഫലം നേടാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റമളാനിൽ നമ്മൾ പറയുന്ന ഓരോ ദിക്റിനും വലിയ നേട്ടങ്ങളാണ്. അള്ളാഹു അത് മുഴുവൻ നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിനി സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഈ 4 സൂറത്തുകൾ നമുക്ക് പാരായണം ചെയ്തിട്ട് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു നമ്മുടെ ദുആയിനെ ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أرحم الراحمين يا രാജാതി രാജനായ റഹ്മാനെ, പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്, മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് തൗബയുടെ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ, ഒരുപാട് പിഴവുകൾ പറ്റിയവരാ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും പാപികളായ ദോഷികളായ ഞങ്ങൾക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റമളാനിന്റെ പുണ്യമായ ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഇത് മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങളാണല്ലോ റഹ്മാനെ. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. നിന്റെ മർഹമത്തും ഞങ്ങൾക്ക് തരണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ. സ്വർഗപ്രവേശനം തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഭാര്യമാരുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, സഹോദരി സഹോദരന്മാര്, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, കൂട്ടുകാര്, നാട്ടുകാര്, ലോക മുഅ്മിനീങ്ങൾ, റബ്ബേ, ആരെല്ലാം മരണപ്പെട്ട ആറടി മണ്ണിലുണ്ടോ അവർക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ ഈ സദസ്സിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരുപാട്
ഒരുപാട് ഉമ്മമാര് വസിയ്യത്ത് തന്നിട്ടുണ്ട്, ഒരുപാട് ഉപ്പമാര് പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറഞ്ഞോ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, കിഡ്നിയുടെ തകരാറ് പോലെ, അതുപോലെ തന്നെ കരൾ വീക്കം പോലത്തെ ചെറുതും വലുതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഒരുപാട് പേര് ആക്സിഡന്റ് പറ്റിയിട്ട് മറ്റു രോഗങ്ങളായി ചികിത്സയിൽ കഴിയുകയാണ് ഹോസ്പിറ്റൽ വീടുകളിൽ. എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും സിഹത്തും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് പ്രശ്നത്തിലകപ്പെട്ടവര്, നല്ല ജോലിയില്ലാത്തവര്, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, നല്ലൊരു കിടപ്പാടമില്ല വീടില്ലാതെ വിഷമിക്കുന്നവർ, റഹ്മാനെ ആരെല്ലാം എന്തെല്ലാം സങ്കടങ്ങളിൽ കഴിയുന്നു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ ഉമ്മമാരിൽ, ഞങ്ങളുടെ സഹോദരിമാരിൽ, ഞങ്ങളുടെ മക്കളിൽ പല ആളുകളും ഗർഭിണികളാണ്. എല്ലാവർക്കും നീ സുഖപ്രസവം അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ അവരെല്ലാവരെയും നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. മക്കൾ കാരണം കണ്ണീര് കുടിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്നവരാണ്. പരീക്ഷ പലതും കഴിഞ്ഞു വരാനിരിക്കുന്നു. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ മാർക്ക് നീ കൊടുക്കണേ അല്ലാ. വിജയം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. വിദേശത്ത് ഞങ്ങളുടെ മക്കള് അതുപോലെ തന്നെ ഭർത്താക്കന്മാര് പല പ്രവാസികളായ സഹോദരന്മാരും ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണ്. റബ്ബേ, അവരുടെ എല്ലാ പ്രതിസന്ധികളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അവരുടെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, വിശുദ്ധമായ റമദാനിലാണല്ലോ ഞങ്ങളുള്ളത്. ഈ റമദാനിന്റെ ഈ സുന്ദരമായ ഈ പവിത്രമായ മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, നിന്റെ മഗ്ഫിറത്തിന് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പാപങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് നീ നസീബാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കൾ എല്ലാവിധത്തിലുള്ള കാവലും നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടങ്ങളിൽ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, ലാഭം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നവരാണ്. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബാദികളുടെ രോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ മറ്റ് മോശപ്പെട്ട കാര്യങ്ങളുടെ അടിമയായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ലക്ഷദ്വീപുകാരായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ ഒരുപാട് എല്ലാ ജില്ലകളിലുമുള്ള ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. തമിഴ്നാട്ടിൽ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. കർണാടകയിലുള്ള ആളുകൾ, റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാവർക്കും നീ എല്ലാവിധ അനുഗ്രഹവും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ ഈ പരിശുദ്ധമായ റമദാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും സുഭിക്ഷമായി നോമ്പ് തുറക്കുന്നവരാണ്, അത്താഴം കഴിക്കുന്നവരാണ്. റബ്ബേ, ഞങ്ങൾക്ക് വളരെ സുഭിക്ഷമായി റാഹത്തായി ഭക്ഷണം കഴിച്ചു നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങളുടെ ചോരയാകുന്ന ഗസയിലെ ഫലസ്തീനിലെ ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരൊക്കെ വലിയ വിഷമത്തിലാണ്. റബ്ബേ, നീ സമാധാനം കൊടുക്കണയല്ലാ, അവർക്ക് റാഹത്തായ ഒരു ജീവിതം കൊടുക്കണയല്ലാ. അല്ലാഹുവേ, മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണയല്ലാ. ഇന്ത്യൻ മുസൽമാനെ എല്ലാവിധ ആപത്തുകളെ തൊട്ടും കാക്കണയല്ലാ.
അല്ലാഹുവേ പടച്ചവനെ നിന്റെ പള്ളികൾ, നിന്റെ മദ്രസകൾ, നിന്റെ ദീനീ ശിആറുകളെ നീ തന്നെ സംരക്ഷിക്കണേ അല്ലാഹുവേ പടച്ചവനെ വിശുദ്ധമായ റമളാൻ അത് ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോവുകയാണ്. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോയി. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് തരണേ അല്ലാ. മഗ്ഫിറത്തിന്റെ 10ലാണുള്ളത്. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് ഒരുപാട് തരണേ അല്ലാ. ഈ മഗ്ഫിറത്തിന്റെ 10 ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ വീണ്ടും ചെയ്യുന്നവരാണ്. നിന്റെ വിശാലമായ പാപമോചനം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ഇനി നരകമോചനത്തിന്റെ 10 വരാനിരിക്കുന്നു. സ്വർഗപ്രവേശനത്തിന്റെ ദിനങ്ങൾ. അല്ലാഹുവേ നരകം കണ്ണുകൊണ്ട് പോലും കാണാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഭാഗ്യവാന്മാര് ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ തരണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ എല്ലാവിധത്തുള്ള കാവലും എപ്പോഴും നീ തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ജൽ ഹാദാ الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ദിക്റിന്റെ മജ്‌ലിസിനെ ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാനിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്നു. അതായത് ഖത്തം ഓതുന്നു, ഖത്തം തീർക്കുന്നു. എന്താ ഖത്തം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം അത് നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഖത്തം? ഖത്തം ഓതേണ്ടത് എങ്ങനെയാണ്? ഖത്തം ഓതുമ്പോൾ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അയാൾ ആ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒരു മനുഷ്യൻ ഖത്തം ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം, അവൻ ഓതുന്ന സമയത്ത് അവൻ്റെ ഓത്തിൽ വരുന്ന പല അബദ്ധങ്ങളും എങ്ങനെ തിരുത്തണം തുടങ്ങി ഖത്തുമുൽ ഖുർആൻ ഓതുന്ന ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഖത്തുമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാകും. അത് കേൾക്കുക, മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മുടെ ഖത്തുമുൽ ഖുർആനിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.